മാനദണ്ഡം പറയൽ. അപ്പൊ നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്ക് രക്ഷയില്ല കേട്ടോ. പിന്നെ നിങ്ങൾ ചാടിയത് എങ്ങോട്ടാണ്? നിങ്ങൾ പറഞ്ഞില്ലേ ബുഖാരിയും മുസ്ലിം ഒരുമിച്ച് എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇത് ബുഖാരിയിലുള്ളതാണ്. ബുഖാരി മുസ്ലിം ബുഖാരിയൊക്കെ ഇവർ തള്ളൂലേ? ഞങ്ങൾ ബുഖാരി തള്ളിയിട്ടില്ല. സക്കരിയ സ്വലാഹി പറഞ്ഞിട്ടുണ്ട് പോലും, ആ 2 ബുഖാരി എന്ന കിതാബിന്റെ 2 ചട്ടക്കുള്ളിലുള്ളത് മുഴുവനൊന്നും ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ശരി തന്നെയാണ്. ബുഖാരി എന്ന് പറയുന്ന കിതാബിന്റെ 2 ചട്ടക്കുള്ളിലുള്ളത് മുഴുവൻ സ്വീകാര്യമല്ല. അതിലുള്ള ഹദീസുകൾ മുഴുവൻ സ്വീകാര്യമാണ്. ഹദീസുകളല്ലാത്ത നിലക്ക് ബുഖാരിയിൽ തന്നെ തഅലീഖ് കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ ചില അസറുകൾ കൊടുക്കാറുണ്ട്. അത് മുഴുവനും നിങ്ങൾ പറഞ്ഞ മാനദണ്ഡം കൊണ്ട് അഥവാ ഇസ്നാദ് കൊണ്ട് തെളിയിക്കപ്പെട്ട സംഗതിയല്ലാത്തതുകൊണ്ട് ആ നിലക്കുള്ള ചില പ്രയോഗങ്ങളും അതിലുണ്ട് എന്നതല്ലാതെ അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരൊറ്റ സംഗതിയും ബുഖാരിയിൽ പറയപ്പെട്ടതിന് ഒരിക്കലും നമ്മൾ എതിർത്തിട്ടില്ല. ബുഖാരി പോലും ഇവർ ദഈഫാക്കും എന്ന് നിങ്ങൾ പച്ചക്കള്ളം പറഞ്ഞതാണ്. ബുഖാരിയിലുള്ള ഒരൊറ്റ ഹദീസ് പോലും ഞങ്ങൾ ദഈഫാക്കിയിട്ടില്ല കേട്ടോ. ആവർത്തിച്ചോർമ്മപ്പെടുത്തുന്നു. പിന്നെ നിങ്ങൾ പറഞ്ഞു അതാ ബുഖാരി ഇമാമിന്റെ ഉസ്താദായ ഇബ്നുൽ മുൻകദിർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിന്മേൽ പോയിട്ടതാ അതാ എന്ത് ചെയ്തിട്ടുണ്ട്? ചില പ്രത്യേക സങ്കടം വരുമ്പോ ആ ഖബറും പോയിട്ട് കവള് വെച്ചുകൊണ്ട് സഹായം തേടുന്നു. നിങ്ങളുടെ എത്ര ദുർബലമായ പുൽക്കൊടിയാണിതൊക്കെ! സഹായം തേടും, ഖബറുമൊക്കെ പോയിട്ട് കവള് വെക്കേ. നബവി ഇമാമിന്റെ യൂരോം കൂടി ബുഖാരി ഇമാമിന്റെ ഉസ്താദിനില്ലേ? നബവി ഇമാം പറഞ്ഞ എന്താ? തൊടരുത്, വിട്ടു നിൽക്കണം, ചുംബിക്കരുത്, അതൊക്കെ മറ്റുള്ളവന്റെ സംസ്കാരമാണ്. എന്നിട്ട് പിന്നെ ഖബറിന് പോയിട്ട് കവള് വെച്ചുനോ? എവിടുന്നാ നിങ്ങൾ ഉദ്ധരിക്കുന്നത്? പിന്നെ ഏതാ മറ്റൊരാളെ കുറിച്ച് നിങ്ങൾ പറയുന്നുവെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പോയിട്ട് പറയുന്നു, അൽജോൾ വിശക്കുന്നു നബിയേ. വിശന്ന നേരത്ത് പോയി സഹായം ചോദിച്ചു കേട്ടോ. ആ റിപ്പോർട്ടിന്റെ തുടക്കം തന്നെ എന്താണ്? റുവിയ എന്നല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ അനാരോഗ്യം ബാധിച്ച റിപ്പോർട്ട് തന്നെ, സ്വീകാര്യമായ റിപ്പോർട്ടല്ല കേട്ടോ. കരയുദ്ധക്കാരാ, നിങ്ങളുടെ ആയുധത്തിന്റെ ബലമായി കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തൊരു ദുർബലമായ പുൽക്കൊടികൾ! പിന്നെയോ പിന്നെ നിങ്ങൾ പറയുന്നു എന്ത്? അതാ മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയോട് അബൂ ജാഫർ അൽ മൻസൂർ ഒരിക്കൽ ചോദിച്ചു എന്ത്? അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിൽ പോകുമ്പോ ദുആ ചെയ്യുമ്പോ റസൂലുള്ളാഹിന്റെ ഖബറിലേക്ക് തിരിഞ്ഞുകൊണ്ടാണോ ദുആ ചെയ്യേണ്ടത്, അതോ ഖിബിലക്ക് തിരിഞ്ഞുകൊണ്ടാണോ പ്രാർത്ഥിക്കേണ്ടത്? അപ്പൊ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു പോലും, നിങ്ങൾ എന്തിനാ നബിയുടെ ഖബറിൽ നിന്ന് മുഖം തിരിക്കുന്നത്? വഹുവ വസീലത്തു അബീക ആദം അലൈഹിസ്സലാം വഹുവ വസീലത്തുക വസീലത്തു ആദം അലൈഹി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ആദം നബിയുടെ വസീലയല്ലേ, നിന്റെയും വസീലയല്ലേ? അതുകൊണ്ട് ഖബറിലേക്ക് തന്നെ തിരിഞ്ഞു പ്രാർത്ഥിച്ചോ എന്ന് ഇമാം മാലിക് അബൂ ജഅഫറിനോട് പറഞ്ഞു എന്ന ഒരു റിപ്പോർട്ടും നിങ്ങൾ വായിച്ചിട്ടുണ്ട്. അതും ശരിയായ റിപ്പോർട്ടല്ല. അതിൽ ദുർബലനായ വ്യക്തിയുണ്ട്. നിങ്ങൾക്ക് അതിലുള്ള എല്ലാ വ്യക്തികളും സ്വീകാര്യരാണെന്ന നിലക്ക് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല കേട്ടോ. മാത്രമല്ല, നിങ്ങൾ അതിന്റെ അർത്ഥം വെച്ചപ്പോ നിങ്ങൾ അവിടെ ഒരു തിരിമറി നടത്തിയിട്ടുണ്ട്. അവിടെ ശരിക്കർത്ഥം എന്താണ്? താങ്കളുടെയും ആദം നബി അലൈഹിസ്സലാമിന്റെയും വസീലത്തു അബീക ആദം അലൈഹിസ്സലാം യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ താങ്കളുടെ പിതാവായ ആദം നബിയുടെയും വസീലയല്ലേ എന്ന് പറയുന്ന ഭാഗത്ത് പേരോടൊരു ചെറിയ കൃത്രിമം മനസ്സിലാവൂല കേട്ടോ. ശരിക്കും മനസ്സിലാവില്ല കേട്ടോളി. കൃത്രിമം പറഞ്ഞിട്ടുള്ളൂ. ഖിയാമത്ത് നാളിൽ എന്നാ ശരിക്കും അർത്ഥം. ഖിയാമത്ത് നാളിൽ ആദം നബിയുടെ വസീലയാണ് എന്ന് പറയേണ്ടടുത്ത് പറയാം ഖിയാമത്ത് നാളിലും. അപ്പൊ ഇവിടെയും വരുത്തി തീർക്കാൻ, ഖിയാമത്ത് നാളിൽ മാത്രമല്ല ഇവിടെയും വരുത്തി തീർക്കാൻ ഖിയാമത്ത് നാളിലും. ആ ലും എന്ന് പറയേണ്ടീന് ലും എന്ന് പറയണ കേട്ടോളി. ചില്ലറ കാര്യമല്ലൊരു തട്ടിപ്പനാ. وهو وسيلتك ووسيلة أبيك آدم عليه السلام إلى الله تعالى يوم القيامة. ഖിയാമത്ത് നാളിലും നിങ്ങളെ വാപ്പാദൻ നബിക്കും നിങ്ങൾക്കും അല്ലാഹുവിന്റെ റസൂൽ വസീലയല്ലേ. കണ്ടോ? ഖിയാമത്ത് നാളിലും എന്നാ പറയുന്നത്. ശരിയല്ല, നിങ്ങൾ അവിടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിലും അതുപോലെ തന്നെ ഇമാമിങ്ങളുടെ പേരിലും എല്ലാം ശുദ്ധ കളവുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ വിശദീകരിക്കുമ്പോ മുസ്ലിയാർ ഒരു കാര്യം ചോദിക്കും, അതെന്താ?
എന്താ ചോദിക്കാന്നറിയോ? ഇതൊക്കെ പറയും മുസ്ലിയാർ ചോദിക്കും, കണ്ടോ മഹാന്മാരായ ഇമാമിങ്ങളെ കിതാബിലുള്ളതൊക്കെ നുണയാണല്ലേ, അവരൊക്കെ കുഫ്ർ പ്രചരിപ്പിച്ചവരാണല്ലേ, ശിർക്ക് പ്രചരിപ്പിച്ചവരാണല്ലേ എന്ന് ചോദിക്കാം. അങ്ങനെ നിങ്ങൾ ചോദിച്ചിട്ടുമുണ്ട്. ഈ ഇമാമിങ്ങളൊക്കെ ശിർക്ക് പ്രചരിപ്പിച്ചവരാണോ, കുഫ്ർ പ്രചരിപ്പിച്ചവരാണോ? ഈ ഇമാമിങ്ങളെല്ലാം മുശ്രിക്കീങ്ങളാണോ? ഈ ഇമാമിങ്ങളെല്ലാം കാഫിരീങ്ങളാണോ? എന്നാൽ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ പരമ്പരയിലുള്ള നേതാക്കന്മാരുടെ കിതാബുകളിൽ പോലും നിങ്ങൾ അംഗീകരിക്കാത്ത കെട്ടുകഥകളില്ലേ? നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ശൈഖ് ജീലാനി പറഞ്ഞത് മുഴുവനെങ്കിലും നിങ്ങൾക്ക് സ്വീകാര്യമാണോ? ചോദിക്കട്ടെ, ഗസ്സാലി ഇമാം യഹ്യയിൽ കള്ളഹദീസ് പറഞ്ഞു പ്രചരിപ്പിച്ചയാളാണോ? ശൈഖ് ജീലാനി ഗുന്യ എന്ന കിതാബിൽ കള്ളഹദീസുകൾ ഉദ്ധരിച്ചയാളാണോ? അത് പ്രചരിപ്പിക്കുന്നയാളാണോ? ചോദിക്കുന്നത് വെറുതെയല്ല. അവരുടെയൊക്കെ കിതാബുകളിൽ എത്രയോ ഇല്ലാത്ത ഹദീസുകൾ അവർ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണം കേട്ടോ, പേരോട് ശരിക്കും മറുപടി പറയേണ്ടതുണ്ട്. ഗസ്സാലി ഇമാമിനെ ഞങ്ങളാണോ തള്ളുന്നത്? നിങ്ങൾ തള്ളിയിട്ടില്ലേ? ഗസ്സാലി ഇമാമിന്റെ വാചകങ്ങൾ നിങ്ങൾ സ്വീകരിക്കാറുണ്ടോ? കാരണം ഗസ്സാലി ഇമാമിന്റെ കിതാബ് നിങ്ങൾ വലിയ പുകഴ്ത്തി പറഞ്ഞില്ലേ, യഹ്യാ ഉലൂമുദ്ദീൻ. ആ യഹ്യ എന്ന കിതാബിനെ പറ്റി നിങ്ങൾ എന്താ മദ്ഹ് പറഞ്ഞത്? കേട്ടോളൂ, യഹ്യ എന്ന കിതാബിനെ പറ്റി എന്താ നിങ്ങൾ പറഞ്ഞത്? ലോകത്തുള്ള മുഴുവൻ ആളുകളെയും തട്ടി വിളിക്കാൻ, എല്ലാവരെയും സന്മാർഗത്തിലേക്ക് നയിക്കാൻ ഇമാം ഗസ്സാലി എഴുതിയ ഇഹ്യാ ഉലൂമുദ്ദീൻ ലോകത്തിലുള്ള മുഴുവൻ ആളുകളെയും തട്ടി വിളിക്കാൻ, എല്ലാവരെയും സന്മാർഗത്തിലേക്ക് നയിക്കാൻ ഇമാം ഗസ്സാലി എഴുതിയ ഇഹ്യാ ഉലൂമുദ്ദീൻ. പേരോട് പറഞ്ഞതെന്താ? ലോകത്തിലുള്ള മുഴുവൻ ആളുകളെയും തട്ടി വിളിക്കാൻ, എല്ലാവരെയും സന്മാർഗത്തിലേക്ക് നയിക്കാൻ ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് എഴുതിയ ഇഹ്യാ ഉലൂമുദ്ദീൻ. അപ്പൊ നിങ്ങൾക്കിനി സംശയമില്ലല്ലോ, യഹ്യ സത്യസന്ധമാണെന്നല്ലേ അർത്ഥം? സന്മാർഗത്തിലേക്ക് നയിക്കുന്ന കിതാബാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞതിന്റെ ധ്വനി? ചോദിക്കട്ടെ, ആ പറഞ്ഞ യഹ്യ അതിലുള്ളത് മുഴുവൻ നിങ്ങൾ സ്വീകരിക്കുമോ? പേരോടിന് നല്ല ഓർമ്മ വേണം. നിങ്ങൾ സമ്മതിക്കുമോ? പറയോ? ആ യഹ്യയിൽ തന്നെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ലാത്ത വാചകങ്ങൾ റസൂലുള്ള പറഞ്ഞു എന്ന് ഗസ്സാലി ഇമാമിന്റെ യഹ്യയിലില്ലേ? അത് നിങ്ങൾ സ്വീകരിക്കുമോ? ഇല്ലെങ്കിൽ നിങ്ങൾ പറയണം യഹ്യയിൽ അങ്ങനെയില്ല എന്ന്. നിങ്ങൾ പറഞ്ഞതെന്താണ്? ആ യഹ്യയിൽ തന്നെ നിങ്ങൾക്ക് തന്നെ സ്വീകരിക്കാൻ പറ്റാത്തതില്ലേ? ബറാഅത്ത് രാവെന്ന് പറയുന്നവര് രാവിൽ 100 റക്അത്ത് നിസ്കാരമുണ്ടെന്ന്, അത് പുണ്യകർമ്മമാണെന്ന് ആ യഹ്യയിൽ വന്നിട്ടില്ലേ? അത് സ്വീകരിക്കാൻ കൊള്ളുമോ? പേരോട് മറുപടി പറയണം.